മച്ചാന്മാരെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇന്ന് സന്തോഷകരമായൊരു നിമിഷമാണ്. കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് ആരും അറിയപ്പെടാതെ ഒന്നുമല്ലാത്ത എന്നെ തേടി ഇന്ന് യൂട്യൂബിൽ നിന്ന് എനിക്കൊരു അംഗീകാരം. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഏതൊരാളുടെ ആഗ്രഹമാണല്ലേ ഇതേപോലെ ഒരു പ്ലേ ബട്ടൺ സ്വന്തമാക്കുക എന്നത്. സംഭവം ഞാൻ പൊട്ടിച്ചതിൻ്റെ കവറാണ്, പക്ഷെ നല്ല കട്ടിയുള്ള കവറാണ്, നല്ല പാക്കിങ്ങിൽ അത്ര സുരക്ഷിതമായിട്ട് നമ്മളെ ഏൽപ്പിച്ച ഈ സാധനം. അങ്ങനെ ഇതാണ് എനിക്ക് കിട്ടിയ അംഗീകാരം. കണ്ട, ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് കടമ്പകൾ കടന്നാണ് ഞാൻ ഇവിടെ എത്തിയത്. അതിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇത് സ്വന്തമാക്കാൻ ഒരുപാട് പേരുടെ തെറി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പേരുടെ പരിഹാസം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, യൂട്യൂബിനകത്ത് കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുടെ തെറിവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലൊന്നും പതറിയില്ല. എനിക്ക് എൻ്റേതായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് എനിക്കിന്ന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് വീഡിയോ ഇട്ട് വരുന്ന എല്ലാവർക്കും ഇത് ഒരു മാതൃകയാവണം. ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾ ധൈര്യമായിട്ട് കയറി വരിക. നമ്മളെ ബുദ്ധിമുട്ടിക്കാനും നമ്മളെ തകർക്കാനും വേണ്ടിയിട്ട് നമുക്ക് പിന്നാലെ ഇഷ്ടം പോലെ ആൾക്കാർ കയറി വരും. അവരെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ നമ്മുടെ ജോലി എടുക്കുക, ചെയ്യുക. ഇതേപോലുള്ള അംഗീകാരങ്ങൾ സ്വന്തമാക്കുക. നിങ്ങൾക്ക് വലിയ ഭാവിയുള്ളതാണ്. അതിനനുസരിച്ച് മുമ്പോട്ട് യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടൺ അല്ലാതെ അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇതായത്. ഞാനെല്ലാം കൂടെ ഇതിനകത്താക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പുതിയതായിട്ട് യൂട്യൂബിലോട്ട് കടന്നു വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വലിയ വലിയ യൂട്യൂബർമാരെ പോലെ വീഡിയോ ഇടാനൊന്നും നമ്മളെ കൊണ്ടോ അവരെ കൊണ്ടോ ഒന്നും സാധിക്കത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോ അത് നമ്മൾ ചെയ്യണം. അതിന് നമുക്കും ഉണ്ടാവും ഒരു സമയം. കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് പതുക്കെ അവരെ പോലെ എത്തും. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് വീഡിയോ ഒക്കെ ഇട്ടത്. ഇട്ടിട്ട് എനിക്ക് ക്ഷമ നശിച്ചിട്ട് ഞാൻ അതിൽ പരാജയപ്പെട്ടില്ല. വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. നിങ്ങൾ അതേപോലെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം നമുക്കും ഉണ്ടാവും സമയം. അന്ന് നമ്മളെ പരിഹസിച്ചവരും നമ്മളെ തെറി വിളിച്ചവരുമൊക്കെ പിന്നെ നമ്മളെ അംഗീകാരത്തിനൊത്ത് അവർ മാറി ചിന്തിക്കുന്നൊരു ദിവസം വരും, ഉറപ്പ്. സത്യം പറയാലേ മച്ചാന്മാരെ, ഞാൻ പെട്ടുപോയിട്ടുണ്ട്. കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഓരോ ഘട്ടങ്ങൾ കടക്കുമ്പോഴും ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ഗൂഗിൾ ആഡ്സൻസിനെ കുറിച്ചും മറ്റേ ഓരോ ഘട്ടങ്ങളിങ്ങനെ കടന്ന് പോകുന്ന സമയത്ത് ഞാൻ ഓരോരുത്തരൊക്കെ ചോദിക്കും. ആർക്കും ഒന്നും അറിയില്ല. എന്നിട്ട് ഞാൻ അതിൽ പതറിയില്ല. ഓരോ ഘട്ടങ്ങൾ ഞാനിങ്ങനെ കടന്ന് ഒരുപാട് ഘട്ടങ്ങൾ നമ്മൾ മറികടന്ന് പോയാൽ മാത്രമേ നമ്മൾ വിചാരിച്ച സ്ഥാനത്തെത്തത്തുള്ളൂ. അതിൽ ഓരോ ഘട്ടങ്ങളുണ്ട്. 1000-ഉം 10,000-ഉം ലക്ഷവും ഇങ്ങനെ കയറി വരുമ്പോഴും നമ്മൾ ഓരോ ഘട്ടങ്ങളും കടന്ന് വേണം ഇവിടെ എത്താൻ. നമ്മൾ ആദ്യം വീഡിയോ ഇടുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കും. അവസാനം ഓരോ കടമ്പകളുണ്ട്. നമുക്ക് ഓരോ മെയിലുകൾ വന്നുകൊണ്ടേ ഇരിക്കും. അതിനനുസരിച്ച് നമ്മൾ ചുവട് വെച്ച് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെ നമ്മളത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ തുടക്കക്കാരനായിട്ട് വന്നത് മുതൽ ഇന്നേ വരെയുള്ള അനുഭവങ്ങൾ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളായിട്ടുള്ള എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യും. ആ വീഡിയോ നിങ്ങൾ കാണണം. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ അതാണ്. ഓരോ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഉറപ്പ്. എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. എൻ്റെ പിന്നാലെ കൂടാൻ പറ്റുന്നവർ കൂടിക്കോ. ഉറപ്പായിട്ടും നെഞ്ച് കൈതൊട്ട് പറയുന്നു, എൻ്റെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തന്നിരിക്കും. ഓക്കെ.